കണ്ണാടിയിലൂടെ കേരള ടെലിവിഷൻ TV അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിഴിഞ്ഞം തുറമുഖം, ആ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട പല കാര്യങ്ങളോടൊപ്പം തന്നെ അദാനി കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞതിന് നാനാവിധത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. എന്നും മുതലാളിത്തത്തെ അകറ്റി നിർത്തിയിരുന്ന മുതലാളിത്തത്തിന് എതിരെ മാത്രം സംസാരിച്ചിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ മുതലാളിത്തത്തിന്റെ ഭാഗമായ അദാനിയെ പാർട്ണറായി കൂടെ നിർത്തിക്കൊണ്ട് തോളിൽ കൈയിട്ടുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിച്ചത്. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി വന്ന 8,886 കോടി രൂപ, ആ 86 കോടി രൂപയിൽ സംസ്ഥാന സർക്കാരിന്റെ വക 5,000-ലധികം കോടിയും 2,000-ലധികം കോടി അദാനിയുടെ വകയും 800-ലധികം കോടി കേന്ദ്ര സർക്കാരിന്റെ വീതവുമാണ്. അദാനി സജീവമായി പണം മുടക്കിയത് കൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ആരെല്ലാം എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിന് ആദ്യം എതിര് നിന്നവർ പിന്നെ സഹകരിക്കുകയും അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ, നാട്ടിനുണ്ടായ നേട്ടങ്ങൾ, നാട്ടിനുണ്ടാവാൻ പോകുന്ന നേട്ടങ്ങൾ, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അത് വഹിക്കാൻ പോകുന്ന നിർണായകമായ നാഴികക്കല്ലുകൾ, അതെല്ലാം മറന്നുകൊണ്ടാണ് വെറും സങ്കുചിത മനസ്സോടുകൂടി രാഷ്ട്രീയ ചേരിതിരിവുകൾ നടത്താൻ ശ്രമിച്ചത്. ഏത് കാര്യത്തിലും രാഷ്ട്രീയം കണ്ടെത്തുന്ന ഒരു സ്വഭാവം പണ്ടേ കേരളത്തിനുണ്ട്. അത് നാടിന്റെ പൊതുവായ ആവശ്യമായാലും നാടിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയായാലും മറ്റേതെങ്കിലും കാര്യങ്ങൾക്കായാലും എന്നും സർക്കാരിനെ വിമർശിച്ചു പോരുന്ന പ്രതിപക്ഷത്തിന്റെ സ്വഭാവം, ആ സ്വഭാവം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അവിടെ പ്രത്യേകിച്ചും UDF, ഐക്യജനാധിപത്യ മുന്നണി, അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ട് ശശി തരൂർ മാത്രമാണ് വേദിയിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ ശശി തരൂരിന് മാത്രമായിരിക്കും ക്ഷണം ലഭിച്ചിട്ടുള്ളത്. അതും അവരെ, ആ ശശി തരൂരിനെയും പിണറായി വിജയനെയും പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ അടുത്തിരുത്തിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തത്. പ്രധാനമന്ത്രി അത് ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂണായ പിണറായി വിജയനും ശശി തരൂരും പങ്കെടുത്ത വേദിയിലാണ് കേരളത്തിന്റെ പുരോഗമനപരമായ വികസനത്തിന്റെ
വെള്ളിരേഖയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എന്നതിലുപരി ഏഷ്യയിലെ തന്നെ വൻകിട തുറമുഖങ്ങളോടൊപ്പം എഴുതി ചേർക്കത്തക്ക നിലയിൽ വിഴിഞ്ഞത്തിന്റെ പ്രകൃതിപരമായ സ്വഭാവങ്ങൾ, അനുകൂലമായ ഘടകങ്ങൾ, അതെല്ലാം ഈ വിഴിഞ്ഞം തുറമുഖത്തിന് അനുകൂലമായ ഘടകമായി മാറുകയും അങ്ങനെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയും ഒക്കെ ചെയ്തത് അത് ഈ നിലയിൽ കൊണ്ടെത്തിക്കുകയും ഇനിയും പല ലിങ്ക് റോഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇവിടെയെല്ലാം എന്നും എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എന്നും എതിർത്തിരുന്ന കോർപ്പറേറ്റ് കമ്പനി മുതലാളിത്തത്തിന്റെ ഭാഗം അദാനി ഗ്രൂപ്പ് ആണ്. അതേ അദാനി ഗ്രൂപ്പിന്റെ പണമാണ് ഇതിലെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിഹിതമുള്ളത്. അത് വിസ്മരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇവിടെയെല്ലാം കോൺഗ്രസിന്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ സജീവ സാന്നിധ്യം ഇല്ലാതിരുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു. അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് സംസാരിക്കുന്നതിനുള്ള ഒരു അവസരവും ഇല്ലാതെ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ അതിന്റെ മേന്മ കണക്കിലെടുത്ത് അതുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ, ഇവിടുത്തെ തൊഴിലവസരങ്ങൾ, നിലവിൽ ലഭിച്ച തൊഴിലുകൾ, ഇനി ലഭിക്കാൻ സാധ്യതയുള്ള തൊഴിലവസരങ്ങൾ, അതെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സന്തുലിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ വിഴിഞ്ഞം തുറമുഖത്തെ ഇനിയും വലിയ നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ സഹകരിക്കുകയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യ കടമ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ലോക മാധ്യമ ദിനമാണ്. ആ ലോക മാധ്യമ ദിനത്തിൽ ലോകത്തിൽ എത്ര മാധ്യമ പ്രവർത്തകർ ജയിലിനകത്ത് കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ കണക്ക് ലഭിച്ചിട്ടില്ല. അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, ഇന്ത്യയടക്കം മാധ്യമ പ്രവർത്തകർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അവരുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അവർക്ക് മാന്യമായ വേതനം ലഭിക്കാത്ത സാഹചര്യം, അവർക്ക് സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യം എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ തടസ്സം നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ആ തടസ്സം ഒഴിവാക്കി കൊടുക്കാൻ സർക്കാർ എന്തുമാത്രമാണ് സഹകരിക്കുന്നത് എന്നെല്ലാം വിലയിരുത്തപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പത്രമാധ്യമ പ്രവർത്തന മേഖല കടന്നുപോകുന്നത്. ഇന്നെല്ലാ മേഖലകളും ആർട്ടിഫിഷ്യലായിട്ട്, കൃത്രിമമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാധ്യമ രംഗവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മാധ്യമ മേഖല മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി മലയാള മാധ്യമങ്ങളും AI ടെക്നിക്കൽ പ്രയോജനപ്പെടുത്തുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം, ഏത് കാര്യവും പെട്ടെന്ന് വായനക്കാരിൽ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ മേന്മ. അതോടൊപ്പം തന്നെ
ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആ ആധുനിക വിദ്യ കൈകാര്യം ചെയ്യുന്നവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാധ്യമ പ്രവർത്തനത്തെ അല്ലെങ്കിൽ മാധ്യമത്തിൽ വരുന്ന വാർത്തകൾ അതിൽ എത്രത്തോളം ധാർമ്മികതയുണ്ട്, എത്രത്തോളം അധാർമികതയുണ്ട് എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാധ്യമ മേഖല കടന്നു കഴിഞ്ഞു എന്നുള്ള വസ്തുത കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ പെയ്ഡ് ന്യൂസിന്റെ ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മാധ്യമത്തെ രംഗത്തെ നിയന്ത്രിക്കുന്നത് പണമാണ്. ചില കോർപ്പറേറ്റ് കമ്പനികളാണ് മാധ്യമ മേഖല നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ആ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും ജനം വിശ്വസിക്കുന്നില്ല എങ്കിൽ തന്നെയും 50% ജനങ്ങളും ആ വാർത്തകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വാർത്തകളുടെയൊക്കെ സ്വാധീനം, ആ വാർത്തകൾ വരുത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സാമ്പത്തികമാണ്. ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളാണ്. അവരുടെ താല്പര്യങ്ങളാണ് ആ വാർത്തകളിലും ആ മാധ്യമ പ്രവർത്തനങ്ങളിലും നിഴലിച്ചു നിൽക്കുന്നത് എന്നുള്ളത് വസ്തുത ഈ അവസരത്തിൽ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് എന്താണ് വായനക്കാർക്കുള്ള നേട്ടം എന്ന് ചോദിച്ചാൽ അതുകൊണ്ടുള്ള നേട്ടങ്ങളും ദോഷങ്ങളുമുണ്ട്. ദോഷങ്ങൾ എന്ന് പറയുന്നത് മാധ്യമ രംഗത്ത് കോർപ്പറേറ്റുകളുടെ സ്വാധീനം വളർന്നു വലുതാവുമ്പോൾ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു. അതായത് പല തെറ്റുകളും ശരിയായി ആയിട്ട് അവതരിപ്പിക്കേണ്ടി വരുന്നു. പല അധാർമികതയും ധാർമ്മികതയുടെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കേണ്ടി വരുന്നു. ഇതാണ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മീഡിയ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. കാരണം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ 50%-ഓളമേ സത്യസന്ധത നിലനിർത്തുന്നുള്ളൂ എന്നുള്ള വസ്തുത ഇന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാധ്യമ രംഗത്തേക്ക് കടന്നു വരികയും മാധ്യമത്തിന്റെ ബഹുഭൂരിപക്ഷവും വായനക്കാരിൽ എത്തുന്ന വാർത്തകളിലെ ബഹുഭൂരിപക്ഷവും അവരുടെ സ്വാധീന വലയത്തിലാണ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നത്. അത് എത്രത്തോളം ധാർമ്മികതയെ ഇല്ലാതാക്കുകയും എത്രത്തോളം അധാർമികതയെ വളർത്തുകയും ചെയ്യും എന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന് ആശങ്കയുണ്ട്. ആ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇന്ന് ലോക മാധ്യമ ദിനം ആചരിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരും നേരിടുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു തെറ്റായ പ്രവണത കാര്യമെന്ന് പറയുന്നത് മാധ്യമ നടത്തിപ്പുകാരന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മാധ്യമ ഉടമസ്ഥന്റെ മാധ്യമ മുതലാളിയുടെ താല്പര്യം അനുസരിച്ച് മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് എല്ലാ മേഖലകളിലും ഉണ്ട്. മാധ്യമ മേഖലകൾ അത് വന്നുകൂടാത്തതാണെങ്കിൽ തന്നെയും മാധ്യമ രംഗത്തേക്കും അത് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ 43 ദിവസമായി ഭരണത്തിന്റെ സ്ഥിരാസ്ഥാപനമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം അതുപോലുള്ള സമരങ്ങൾ നടത്തി വരുന്ന ആശാ വർക്കർമാര്, അതായത് ആശാ വർക്കർ എന്ന് പറയുന്ന ദരിദ്ര തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികളാണ്. അവർക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ,
ആ സമരങ്ങൾ പല ഘട്ടത്തിൽ പല സംഘടനകളും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അത് ഒരു പരിധിവരെ ചില സംഘടനകൾ വിജയിച്ചു എന്ന് പറയുന്നതിലും തെറ്റില്ല. അതുകൊണ്ടാവാം ആ സമരത്തോട് ഇടതുപക്ഷ സർക്കാർ ഒരു പിന്തിരിപ്പൻ മനോഭാവം ആദ്യം മുതലേ എടുത്തത്. എന്തായാലും ആ സമരം ഭാഗ്യമായിട്ടെങ്കിലും പരാജയത്തിന്റെ രുചി അറിഞ്ഞിരിക്കുന്നു. ആ സമരത്തെ പരാജയപ്പെടുത്തിയത് കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് എന്താണ് അന്തസ് എന്ന് ചോദിച്ചാൽ ഒരു അന്തസ്സുമില്ല. അവരാരുടെ സ്വാധീനം കൊണ്ടോ ആരുടെ സ്വാധീനം കൊണ്ടോ ആയിക്കോട്ടെ, ദരിദ്രവർഗമാണ് അവര്, ദരിദ്ര തൊഴിലാളികളാണ്. അവരുടെ അത്യാവശ്യ അവകാശങ്ങള് ആവശ്യങ്ങള് അംഗീകരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പായിരുന്നു ഈ ആശാ വർക്കർ സമരത്തിൽ സർക്കാർ കൈക്കൊള്ളേണ്ടിയിരുന്നത്. എന്തുകൊണ്ടോ അത് കൈക്കൊണ്ടില്ല എന്നതാണ് വസ്തുത. അവർ മറ്റ് രീതിയിലുള്ള സമര മാർഗങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള സമരയാത്രകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന് ആ സമരത്തിന് അപ്പോഴപ്പോഴായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയമില്ലാത്തവരും പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും മറ്റ് വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ പിന്തുണകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത സർക്കാർ, പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണാതിരിക്കരുതെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഗാന സംവിധാനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വേടൻ എന്ന സ്വയം പേരിട്ടുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ തന്റെ കലാരൂപമായ അദ്ദേഹം തന്നെ എഴുതിയ കവിത അത് ചിട്ടപ്പെടുത്തിക്കൊണ്ട് സ്റ്റേജുകളിൽ ഗാനമായി അവതരിപ്പിച്ചത്. അപ്പോഴാണ് എവിടെ നിന്നോ വന്ന ഒരു അറസ്റ്റ് അദ്ദേഹത്തെ ജയിലിലാക്കി. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല, ആ മാലയിലെ ചുട്ടിയായി ഉപയോഗിച്ചിരിക്കുന്നത് പുലിയുടെ പല്ലാണെന്നുള്ള ആക്ഷേപം കടന്നു വരുന്നത്. അദ്ദേഹത്തിന് അത് ചെന്നൈയിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ആരാധകൻ കൊടുത്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയായിരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇപ്പൊ ജാമ്യത്തിലാണ്, കണ്ടീഷൻ ബെയിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹവും മറ്റുള്ളവരും ഉയർത്തുന്ന മറ്റു ചില ആരോപണങ്ങളുണ്ട്. മറ്റു ചില സൂപ്പർ താരങ്ങളുടെ കൈവശമിരിക്കുന്ന പുലിപ്പല്ലുകൾ, അത് പല്ലുകൾ പോലുള്ള സാധനങ്ങൾ, അതും പുലിപ്പല്ല് ആണോ എന്നത് ഒരു ഹൈദരാബാദിലുള്ള ഒരു ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ. വേടന്റെ കഴുത്തിൽ കിടക്കുന്ന പല്ലും യഥാർത്ഥ പുലിപ്പല്ലാണോ എന്നുള്ളത് ആ ലബോറട്ടറിയിൽ നടക്കുന്ന പരിശോധനയുടെ ഫലം വന്നതിന് ശേഷമേ നിശ്ചയിക്കാൻ പറ്റൂ. അതോടെ തന്നെ ആനക്കൊമ്പ്, ഒരു സൂപ്പർ നടനിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെത്തിയ കേസ്, ആ കേസ് നിലവിലുണ്ട്. ആ കൂട്ടത്തിലാണ് ഇപ്പൊ വേടൻ പേരിൽ കേസ് എടുത്തിരിക്കുന്നത്. വേടൻ എന്ന പേര് തന്നെ അദ്ദേഹം സ്വീകരിച്ച ഒരു കീഴാള പേരാണത്. കീഴാളനും മേലാളനും എന്നുള്ള രണ്ട് വിഭാഗം ആൾക്കാർ ഇന്നും കേരളത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അദ്ദേഹം ആ പേര് സ്വീകരിച്ചത്. ഇവിടെ പഴകി ജീർണിച്ച ആ ജാതി വ്യവസ്ഥ, സാമൂഹ്യ വ്യവസ്ഥ, ആ വ്യവസ്ഥ പല ഘട്ടങ്ങളിലും അത് എല്ലാ അർത്ഥത്തിലും പത്തി വിടർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പാടിയ ഒരു പാട്ടുണ്ട്, വനം കക്കുന്നവൻ രാജ്യം
ഭരിക്കുമ്പോൾ ചോറ് കട്ടവൻ ഭരിക്കുന്നു. ആ രണ്ടും ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളതും ഒക്കെ ഏറെക്കുറെ വ്യക്തമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ അദ്ദേഹം ചോദിക്കുന്നു. ഇവിടെ പേര് മാറിയിട്ട് ഒരു ദളിത് സമുദായത്തിന്റെ പേര് മറ്റൊരു പേരായി മാറ്റിയത് കൊണ്ട് അവർക്ക് എന്താണ് നേട്ടം ഉണ്ടായത്? ഒരു ദളിത് വിഭാഗം ആൾക്കാർ മറ്റൊരു മതം സ്വീകരിച്ചതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്നെല്ലാം പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തായാലും കേരളത്തില് ആ ജീർണിച്ച അത് ഇല്ലാതാവും എന്ന് തെറ്റായി ധരിച്ച ആ കീഴാള മേലാള വ്യത്യാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറയാൻ വേടനെ പോലുള്ള ഒരാള് രംഗപ്രവേശം ചെയ്യേണ്ടി വന്നു. പുതിയ തലമുറയിൽപ്പെട്ടവർ മയക്കുമരുന്നിന്റെ പുറകെയും പുതിയ സുഖ സൗകര്യങ്ങൾ തേടിയും വിദേശങ്ങളിലേക്ക് ചേക്കേറുമ്പോഴും വേടനെ പോലുള്ളവരെ അംഗീകരിക്കാനും അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് ആസ്വദിക്കാനുമെല്ലാം വലിയ ഒരു ഭാഗം യുവജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് യുവജനങ്ങൾ പൂർണ്ണമായും പുതിയ ലോകത്തിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടില്ല, മയക്കുമരുന്നിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടില്ല. സുഖലോലുപമായി ജീവിക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് ചേക്കാറാൻ എല്ലാ ചെറുപ്പക്കാരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് വേടന്റെ വരവും അദ്ദേഹത്തിന്റെ ഗാനത്തിന്റെ ചിട്ടപ്പെടുത്തലുകളും അവതരണവും എല്ലാം. പല ഗാനങ്ങളും അദ്ദേഹം തന്നെ എഴുതിയതാണ്. ഇന്ന് ആദ്യം അത് ശ്രദ്ധിക്കാതെ മനബോധപൂർവ്വം ശ്രദ്ധിക്കാതിരുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ന് വേടന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദനും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇന്ന് വേടന് വേണ്ടി സംസാരിക്കാൻ ഒരുപക്ഷെ അവർ നിർബന്ധിതരായി എന്ന് പറയുന്നതാവാം കുറച്ചുകൂടി ശരി. അവസാനമായി പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രസിദ്ധ ചലച്ചിത്രകാരൻ ഷാജി N കരുണാണ്. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം നല്ലൊരു ക്യാമറാമാൻ ആയിരുന്നു. നല്ലൊരു ക്യാമറാമാൻ ആയിക്കൊണ്ടാണ് ക്യാമറാമാന്റെ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം സംവിധാനം ചെയ്ത പിറവി, അതിലെ പ്രധാന കഥാപാത്രമായ പ്രേംജി അടിയന്തരാവസ്ഥയെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു ചലച്ചിത്ര കാവ്യമായി ഇന്ന് നിലനിൽക്കുന്നു. ഇന്ന് മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്നു. അടിയന്തരാവസ്ഥയിൽ ഇരുമ്പുലക്ക കൊണ്ട് ഉരുട്ടി കൊലപ്പെടുത്തിയ രാജനും ആ കോഴിക്കോട് ഒറിജിനൽ എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥി കലാകാരനും കൂടിയായ ആ രാജന്റെ പിതാവ് പ്രൊഫസർ ഈശ്വര വാര്യരുമെല്ലാം പിറവി എന്ന സിനിമയിലൂടെ ആവിഷ്കരിച്ചത് ഷാജി N കരുണാണ്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രം പ്രേംജി ആ ഈശ്വര വാര്യരെ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം എടുത്തിട്ടുള്ള മറ്റു സിനിമകൾ മലയാള ചലച്ചിത്ര രംഗത്ത് കച്ചവട സിനിമകളുടെ കൊണ്ടേറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം രൂപപ്പെടുത്തിയ ചലച്ചിത്ര കാവ്യങ്ങൾ എന്നും മലയാളികളുടെ മനസ്സിൽ പുത്തൻ ഉണർവുകൾ, പുത്തൻ ആശയങ്ങൾ നൽകുന്നവയാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം രാമു കരിയാട്ടിന്റെയും ജോൺ അബ്രഹാമിന്റെയും PA ബക്കറുടെയും അരവിന്ദന്റെയും കൂടെ അന്തരിച്ച ഷാജി N-ന്റെ പേരും എഴുതി ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു.
ഇനിയും പ്രഗത്ഭരായ ചലച്ചിത്രകാരന്മാർ കേരളത്തിലുണ്ട്, മലയാളത്തിലുമുണ്ട്. അവരെയൊന്നും വിസ്മരിക്കുന്നില്ല. എന്നാൽ മൺമറഞ്ഞു പോയവരെ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പൂർത്തീകരിക്കുന്നു. നന്ദി, നമസ്കാരം.